കാസർഗോഡ് CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള മാധ്യമ സെമിനാറിന് തുടക്കമായി. ക്ഷേത്രപ്രവേശനമാണെങ്കിലും ഐത്തോച്ചാടനമാണെങ്കിലും ജാതി വ്യവസ്ഥ ഇതെല്ലാം ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാനിവിടെ പറയാൻ വന്നത് എൻ്റെ സ്ഥാപനത്തെക്കുറിച്ചല്ല. അങ്ങനെ സാമൂഹ്യ പരിഷ്കരണത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കും മാധ്യമങ്ങളുടെ പങ്കും വളരെ വലുതാണ്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അന്നത്തെ സാഹചര്യമല്ല പലതിലും വരുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ പിന്നെയും പുറകോട്ട് പോയിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടായ നവോത്ഥാനം നടന്നൊരു സംസ്ഥാനമാണ്. നമ്മൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ മാധ്യമങ്ങളിലും വരും. കാരണം സമൂഹത്തിലെ റിഫ്ലക്ഷനും മാധ്യമങ്ങളെ സ്വാധീനിക്കും. ഇവിടെ കോർപ്പറേറ്റ് വൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞു. കോർപ്പറേറ്റുകളുടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അതില്ലെങ്കിൽ നമ്മൾ ഇടതുപക്ഷമല്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു. പക്ഷെ ഇന്നത്തെ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞങ്ങളെയൊക്കെ നിങ്ങൾ ഈ കുത്തക പത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമല്ല. ഇന്നത്തെ ഈ ലോകത്ത് മാറിയ സാഹചര്യത്തിൽ ആരാണ് കുത്തക, ആരാണ് കോർപ്പറേറ്റ്, അതെവിടെ നിൽക്കുന്നു? ഇന്നത്തെ ടെക്നോളജി വന്നതോടുകൂടിയിട്ട് ഇനി കുറച്ച് കാലം കഴിഞ്ഞ് ഇന്ത്യയിലെ മാധ്യമരംഗത്തിൻ്റെ 60-70% നിയന്ത്രിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്ഥാപനമാണ്. അതിനെ എതിർക്കേണ്ടത്. ആ വലിയ വിപത്തെ നമ്മൾ കാണാതെ പോകരുത്. എന്താണോ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് ആവശ്യമായ വിവരങ്ങൾ അതുമാത്രം ജനങ്ങളിൽ എത്തുന്നൊരു സന്ദർഭം ഇപ്പോഴുണ്ട്. അതിനിയും വളരെ രൂക്ഷമായ രീതിയിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് നമുക്കറിയാം. ഇന്നെല്ലാം നമ്മളൊരു ഫോണിലാണ് എല്ലാ ടെക്നോളജിയും കൺവേർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. ചാനലുകളുടെ ഡിസ്ട്രിബ്യൂഷൻ, കണ്ടൻറ്റിൻ്റെ ഡിസമിനേഷൻ, ഇതെല്ലാം തന്നെ വേറെ രൂപത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നികേഷൊക്കെ ചാനൽ പ്രവർത്തിച്ച ആളാണ്. നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എല്ലാം തന്നെ മാറുന്ന അദ്ദേഹത്തിനും അറിയാം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ സേവനദാതാവ് ജിയോ ആണ്. ഏകദേശം 60-65 കോടി യൂസേഴ്സ് ഉണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ ശൃംഖല ഏതാണെന്നറിയോ? റിലയൻസ് ആണ്. വയാകോം മുഖാന്തരം അവർ ഏറ്റെടുത്ത സ്ഥാപനങ്ങൾ, ഇനി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ IT മേഖലയിൽ വന്നിട്ടുള്ള നിയമത്തിലെ മാറ്റങ്ങൾ, 2021 അമെൻമെൻറ്റ്, അതിലുള്ള 3 ടയർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇതെല്ലാം കൂടി വരുമ്പോൾ അവസാനം സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഒരു റിലയൻസ് കണക്ഷനിലുള്ള ഒരാൾ. അങ്ങനെ സാധാരണ ഒരു സ്മാർട്ട് ഫോണിന് 16-32 GB ഉള്ള ആൾക്കാർക്ക് സ്വാഭാവികം നിരവധി ആപ്ലിക്കേഷൻസ് അതിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാം കൂടി ഒരു കുടക്കീഴിൽ ജിയോയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വാർത്തകൾ നിങ്ങൾ ആശ്രയിക്കുക ജിയോയിലാണ്. കാരണം ചാനലുകൾ അതുപോലെയുള്ള ഡിജിറ്റൽ മേഖലയിലെ വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമേ, ഞാൻ എൻ്റെ വാർത്താ മേഖലയിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവരുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളാണ് ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലൂറാലിറ്റി, ബഹുസ്വരത മാധ്യമങ്ങളുടെ, അതിന് എത്രത്തോളം നാളെ സാധ്യമാവുന്നുള്ളത് അതാണ് ആലോചിക്കേണ്ടത്.